സോ ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് ദ്വാരകയിലോട്ടാണ്. യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. നമ്മൾ പോകുന്നത് ദ്വാരകയിലാണ്. പക്ഷേ അവിടെ ചെല്ലുന്ന മുമ്പ് നമ്മൾ ഇതുപോലെ ബോട്ടിൽ കയറി അവിടെ ഒരു അമ്പലമുണ്ട്, അത് കാണാനാണ് നമ്മൾ പോകുന്നത്. ആഹാ, എന്ത് ഭംഗിയല്ലേ ഇതുപോലെ കാഴ്ചയൊക്കെ കണ്ടുപോകാനായിട്ട്. എന്തായാലും അമ്പലമൊക്കെ കണ്ട് തൊഴുതിറങ്ങി. ആ കാണുന്നതാണ് കംസന്റെ കൊട്ടാരം. ഈ സാധനം അല്ലേ? അങ്ങനെ കംസന്റെ കൊട്ടാരം കഴിഞ്ഞ് ഞങ്ങൾ ചെന്നത് ഗൈസ്, നമ്മൾ 5ാമത്തെ സ്റ്റോപ്പായ ദ്വാരകയിലാണ്. സോ ഗൈസ്, 6:30 അമ്പലം തുറക്കും. അപ്പം നമ്മൾ അതുവരെ ഇവിടെ മൊത്തം കറങ്ങി അടിച്ച് കാണാമെന്ന് വിചാരിച്ചു. സോ ഗൈസ്, 6:30 നമ്മൾ അമ്പലത്തിൽ കയറാൻ പോകാം. അങ്ങനെ തൊഴുതിറങ്ങി. നല്ല തിരക്കായിരുന്നു, നല്ല തിരക്ക്. അടുത്ത നമ്മളിനിയും പോകുന്നത് ജന്മഭൂമിയിലേക്കാണ്. ദ്വാരകയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ വരും ജന്മഭൂമിയിലേക്ക്. ഞങ്ങൾ ഇതുപോലൊരു സൈക്കിൾ റിക്ഷ വിളിച്ച് നേരെ അങ്ങോട്ട് പോയി. ജന്മഭൂമിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ മറ്റേ പൂജാ കർമ്മങ്ങളൊന്നുമല്ല, ഇവിടെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. സോ നമ്മളൊരു ഗൈഡിനെ ഹെൽപ്പ് ചോദിച്ചു. പുള്ളിയുടെ കൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അകത്ത് ഫോൺ അലൗഡ് അല്ലായിരുന്നു, സോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ബ്യൂട്ടിഫുൾ. ഒരിക്കലെങ്കിലും ഇവിടെ വരേണ്ടതാണെന്ന് എനിക്ക് പറയാനുള്ളത്. അടിപൊളി സ്ഥലം. അപ്പോൾ ഞങ്ങളിനിയും ഇവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. സോ ഗൈസ്, നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെയുള്ള 100 രൂപയ്ക്ക് ഇവിടെ താലി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അതിനെ കഴിക്കാമെന്ന് വെച്ചു. ഇത് കുഴപ്പമില്ല ഗൈസ്, അമ്പലത്തിൻ്റെ വകയാണ്. അപ്പം അത്രയും പ്രതീക്ഷ മതി. റൊട്ടി, ദാള്, കറികൾ, പിന്നെ ചോറ്, പിന്നെ ലാസ്റ്റിൽ പായസവും. കൊള്ളാം.